in the church is like these training for medical college entrance. ഞാൻ മിക്കപ്പോഴും പറയാറുള്ള കാര്യമാണ്, സഭയിലുള്ളതായിരിക്കുന്ന നമ്മുടെ പ്രസംഗം ഈ മെഡിക്കൽ കോളേജിൽ പഠിക്കാനായിട്ട് എൻട്രൻസ് പരീക്ഷ ഉണ്ടല്ലോ, അതിനുള്ള തയ്യാറെടുപ്പ് പോലെയാണ്. There are people who go and spend 1 year in Trichy to get trained and spend lakhs of rupees just to get entrance into a medical college. നിങ്ങൾക്കറിയാം, കേരളത്തിലുള്ള നിങ്ങളോട് ഞാനത് പറയണ്ടല്ലോ, തൃശ്ശൂരും പാലായിലും വിവിധ കോച്ചിങ് സെന്ററിലും വലിയ പണം ചിലവാക്കി ഒരു വർഷം മുഴുവൻ ബുദ്ധിമുട്ടിയാണ് മെഡിക്കൽ എൻട്രൻസിന് തയ്യാറെടുക്കുന്നത്. And they almost guarantee, if you go through this course successfully, you will get admission. അവര് അവിടെയുള്ള ഇത് നടത്തുന്ന സ്ഥാപനങ്ങൾ ഏതാണ്ട് ഉറപ്പ് ഗ്യാരണ്ടി പറയുകയാണ്, നിങ്ങൾ ഇവിടെ വന്ന് ഈ ഒരു വർഷത്തെ മുഴുവൻ വർഷ കോഴ്സ് അറ്റൻഡ് ചെയ്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ പ്രവേശനം ഉറപ്പാണ്. ഇത്രയൊക്കെ ഉറപ്പ് അവർ തന്നാലും പണം ഒത്തിരി നമ്മൾ ചെലവഴിച്ചാലും എല്ലാവരും മെഡിക്കൽ കോഴ്സിന് കടന്നുകൂടുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ എനിക്ക് ഇവരാരും നൽകാത്ത നിലയിൽ ഒരു ഗ്യാരണ്ടി തരാൻ പറ്റും. That if you listen to everything we teach in the church, സഭയിൽ നാം പഠിപ്പിക്കുന്നതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ മുഴുവൻ ഹൃദയത്തോടും നിങ്ങൾ ശ്രദ്ധ കൊടുത്താൽ, one day when your final examination comes, ഒരു ദിവസം നിങ്ങളെല്ലാം, ഞാനും നിങ്ങളും നമ്മുടെ ഫൈനൽ എൻട്രൻസ് പരീക്ഷ അഭിമുഖീകരിക്കേണ്ടി വരും. That is the day we stand before the Lord. കർത്താവിന് മുൻപാകെ നാം നിൽക്കുന്ന ആ ഒരു ദിവസം നമ്മുടെ മുൻപിൽ നാം കാണണം. You will not only pass, you will get 100%. നിങ്ങൾ എങ്ങനെയെങ്കിലും കഷ്ടിച്ച് ജയിച്ച് കടന്നുകൂടുമെന്നല്ല, നിങ്ങൾക്ക് 100 മേനി കൊയ്യാൻ കഴിയും, 100%. 2 Corinthians 5:10. 2 കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമോ? This is our final examination. ഇത് നമ്മുടെ അവസാനത്തെ പരീക്ഷയുടെ ചിത്രമാണ്. We must all appear before the judgment seat of Christ. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് ഈ വചനം പറയുന്നു. Some people think judgment is only for unbelievers. ചില ആളുകൾ ധരിച്ചിരിക്കുന്നത് ന്യായവിധി എന്ന് പറയുന്നത് അവിശ്വാസികൾക്ക് മാത്രമുള്ള കാര്യമാണെന്നാണ്. That you read in Revelation 20, where there's a great white throne where all the small and the great stand before God. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അവിശ്വാസികൾക്കുള്ള ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഒരു വെള്ള സിംഹാസനത്തിന് മുൻപാകെ മരിച്ചവർ ആബാലവൃദ്ധം വന്ന് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. And there they are not judged. They are judged. One of the factors that are judged is whether their names are in the book of life. അവിടെ അവർക്ക് ന്യായമായി ലഭിക്കേണ്ട നിത്യശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുവാനുള്ളതായിരിക്കുന്ന ഒരു വിധി പറച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അതിന്റെ മാനദണ്ഡം എന്താ? ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരില്ല. But here it says we have to judge. That is the great white throne of Almighty God. സർവശക്തനായ ദൈവത്തിന്റെ വെള്ള സിംഹാസനം, അത് കർത്താവിനെ അറിയാത്ത എല്ലാവർക്കും ഉള്ളതായിരിക്കുന്ന ന്യായവിധിയുടെ ഇടമാണ്. That is the Father. അത് പിതാവായ ദൈവമാണ് ആ ന്യായവിധി നടത്തുന്നത്. This is the judgment seat of Christ the Son. എന്നാൽ 10-ാം വാക്യത്തിൽ പറയുന്നത് പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ന്യായാസനം, അതാണ് ഉപയോഗിച്ചിരിക്കുന്ന പദം. Here it is for what we have done in our body, good or bad. നാം ശരീരത്തിൽ ആയിരിക്കുന്ന നാളുകളിൽ നാം ചെയ്ത പ്രവൃത്തി നല്ലതാണെങ്കിലും തീയതാകിലും അതിന്റെ പ്രതിഫലത്തിനു വേണ്ടിയാണ്. How to escape that day and with zero judgment? നമ്മുടെ ജീവിതത്തിൽ തിന്മയായിരിക്കുന്ന ന്യായം വിധിക്കേണ്ട ഒന്നുമില്ലാതെ ക്രിസ്തു ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുവാൻ നമുക്ക് എങ്ങനെ പ്രാപ്തരാകുവാൻ കഴിയും? We are told how to do that in 1 Corinthians 11. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ 100% മാർക്ക് വാങ്ങിക്കാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. 1 Corinthians 11:31. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം, If we judge ourselves rightly, we will not be judged. ശരിയായ നിലയിൽ നാം നമ്മെ തന്നെ വിധിച്ചാൽ നാം ഒരിക്കലും വിധിക്കപ്പെടുകയില്ല. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിൽ വിധിക്കപ്പെടുകയില്ല. When I read the Bible, I like to think in pictures because it helps me. എനിക്ക് വളരെ സഹായകമായ ഒരു കാര്യമായി ഞാൻ കണ്ടിട്ടുണ്ട്. തിരുവചനം വായിക്കുന്ന സമയത്ത് മനസ്സിൽ ഭാവനാ ചിത്രങ്ങൾ ഞാൻ കൊണ്ടുവരാറുണ്ട്. I picture the judgment seat of Christ. യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തെ ഞാൻ എന്റെ മനസ്സിൽ കൂടെ കാണാറുണ്ട്. I see him sitting on his throne.
തന്റെ സിംഹാസനത്തിൽ ഉയർത്തെഴുന്നേറ്റ രക്ഷകൻ കർത്താവ് ഇരിക്കുന്നത് ഞാൻ ഭാവനയിൽ കാണും. Whole line of believers waiting to be judged. വിശ്വാസികളുടെ ഒരു നീണ്ട നിര അവരുടെ ന്യായവിധിക്കായിട്ട് സിംഹാസനത്തിലേക്ക് നടന്നു വരുന്നു. One by one they come before him. ഓരോരുത്തരായിട്ട് യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ വരുന്നു. We will all stand there. നാം എല്ലാവരും ആ ദിവസം അവിടെ നിന്നേ മതിയാവും. And our memory, which is like a videotape that has recorded our whole life, നമ്മുടെ ജീവിതം മുഴുവനും കൂടെ നമ്മുടെ ഓർമ്മയുടെ ആ മെമ്മറി ചിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. that will be rewound and played back in that day. ആ മെമ്മറി ടേപ്പുകളൊക്കെ വീണ്ടും പ്ലേ ചെയ്യുന്ന നമുക്ക് ബോധ്യമായി എല്ലാവരും കാണത്തക്ക നിലയിൽ അതൊക്കെ ദൈവം വീണ്ടും പ്രദർശിപ്പിക്കും. And we will be judged according to our works. നമ്മുടെ ജീവിതത്തിന്റെ ആകെ തുക വെളിവാകുന്ന ആ സമയത്ത് നമ്മുടെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം ഒരു ന്യായവിധി പ്രതിഫലം നമുക്ക് ലഭിക്കും. And I picture one by one people standing before the Lord. കർത്താവിന്റെ മുൻപാകെ ഓരോരുത്തരായിട്ട് അവരുടെ ടേൺ വരുമ്പോൾ നിൽക്കുന്നത് ഞാൻ ഭാവനയിൽ കാണും. And the Lord having to judge them for certain things. ചില കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ വിശ്വാസിയെയും കർത്താവ് ന്യായം വിധിക്കുന്ന സമയം. And then I see myself coming and standing there before him. എന്റെ ഊഴം വരുമ്പോൾ ഞാനും കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ ഓർക്കും. And the Lord looks at the records. എന്റെ ജീവിത രേഖ മുഴുവനും എനിക്കൊന്നും ഒളിച്ചു വെക്കാൻ കഴിയത്തില്ല. മുഴുവൻ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അവിടെ വരും. And the Lord says, കർത്താവ് പറയുന്നു, there's nothing to judge you about. നിന്റെ ജീവിതത്തെ മുഴുവനും പരിശോധിച്ചിട്ട് എനിക്ക് ന്യായം വിധിക്കുവാൻ ഒന്നുമില്ല. Not even one thing. ഒറ്റ കാര്യം പോലും നിന്റെ ജീവിതത്തിന്റെ ആ ഓർമ്മയുടെ വീഡിയോ ടേപ്പിൽ കാണുന്നില്ലല്ലോ. That is what I want. എന്റെ ജീവിതത്തിൽ ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. That can be mine if I judge myself rightly now. ഈ ജീവിതത്തിന്റെ നാളുകളിൽ എന്നെ തന്നെ ഞാൻ അനുദിനം ശരിയായ വിധത്തിൽ വിധിച്ചാൽ എനിക്ക് ആ ദിവസം കർത്താവിൽ നിന്ന് ഈ വാക്ക് കേൾക്കുവാൻ കഴിയും. You also. നിങ്ങൾക്കും അത് സാധ്യമാണ്. In the church of God, that is how it should be. ദൈവത്തിന്റെ സഭയിൽ കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. In fact, that is the mark of a New Testament church. ഒരു പുതിയ സഭയുടെ ലക്ഷണം അതാണ് എന്ന് തിരുവചനം പറയുന്നു. How do you know whether your church is a New Testament church? നിങ്ങളായിരിക്കുന്ന പ്രാദേശിക സഭ ഒരു പുതിയ സഭയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? Don't say because we are connected to CFC. CFC എന്നുള്ള ഒരു പേരും CFCയുമായിട്ടൊരു ബന്ധവും ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ദൈവസഭയാണെന്ന് വരുന്നില്ല. It's like the Pharisees told John the Baptist, we are from our father Abraham. പരീശന്മാര് യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവര് ഊറ്റം കൊണ്ടിരുന്ന എന്തിലാണെന്നറിയാമോ? ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണെന്ന്. John the Baptist said, God can make children for Abraham from these stones. യോഹന്നാൻ എന്താ മറുപടി പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന്റെ സന്തതിയെ ഉളവാക്കുവാൻ കഴിയും. So, how do you know you're a New Testament church? നിങ്ങളൊരു പുതിയ സഭയാണെന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? That you are the family of God. ദൈവത്തിന്റെ കുടുംബക്കാരാണ് നിങ്ങളെന്നുള്ളതിന്റെ ഉറപ്പെന്താണ്? Here is one primary mark. ഒരു പ്രാഥമികമായിരിക്കുന്ന അടയാളം ഞാൻ പറയാം. 1 Peter 4:17. 1 പത്രോസ് 4:17 ന്യായവിധി ദൈവത്തിന്റെ ഗൃഹത്തിൽ ആണ് ആരംഭിക്കേണ്ടത്. That is the mark of the house of God. ദൈവത്തിന്റെ ഭവനം എന്ന് പറയുന്നതിന്റെ അടയാളമാണ് പറഞ്ഞിരിക്കുന്നത്. Family of God. ദൈവത്തിന്റെ കുടുംബത്തിന്റെ മുഖമുദ്ര അവിടെ നിരന്തരം ന്യായവിധി നടന്നുകൊണ്ടിരിക്കും. Judgment begins there. ന്യായവിധിയുടെ തുടക്കം അവിടെയാണ്. It begins with us first, it says here. ആ വചനം നമ്മോട് പറയുന്നത് അത് നമ്മിലാണ് തുടങ്ങുന്നത്. What is the opposite of the church of God? ദൈവത്തിന്റെ സഭയുടെ നേരെ എതിരായിരിക്കുന്ന കാര്യം എന്താണ്? The church of Satan or the world or whatever it is. അതിനെ നമുക്ക് ലോകമെന്ന് വിളിക്കാം, പിശാചിന്റെ സഭയെന്ന് വിളിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. What is their mark? അവരുടെ അടയാളം എന്താണ്? They don't judge themselves, they judge all the other people in their church. അവർ ഒരിക്കലും തങ്ങളെ തന്നെ
അത് നമ്മിൽ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം അവരെ വിധിക്കാതെ മറ്റുള്ളവരെ സദാ വിധിച്ചുകൊണ്ടിരിക്കും. So, if you are a church where you are all judging one another, that is a church of Satan only. നിങ്ങളൊരു സഭയാണെന്ന് പറഞ്ഞ് ഒരുമിച്ച് നിങ്ങൾ കൂടി വരുന്നത് നിങ്ങൾ അന്യോന്യം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ തന്നെ വിധിക്കുന്നില്ലെങ്കിൽ അത് നിശ്ചയമായും സാത്താന്റെ സഭയാണ്. You can call it by whatever wonderful name you like. മനോഹരമായിരിക്കുന്ന ഏത് പേരിലും നിങ്ങൾക്ക് അറിയപ്പെടാൻ കഴിയും, പക്ഷേ കർത്താവിന് ആ സഭയെക്കുറിച്ച് ഉത്തരവാദിത്വമില്ല. The church of Satan is characterized by this characteristic, Revelation 12. സാത്താന്റെ സഭയുടെ ഒരു ലക്ഷണം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. Verse 10. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. Satan is called the accuser of the brothers. അവിടെ പിശാചിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്നവൻ എന്നാണ്. Those who accuse their brothers are in fellowship with Satan. അവരുടെ സഹോദരങ്ങളെ ആര് കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുന്നോ വിധിച്ചുകൊണ്ടിരിക്കുന്നോ അവര് ആരാണ്? പിശാചിന്റെ സഹോദരന്മാരാണ്. You know, when you accuse somebody, നിങ്ങൾ ആരെയെങ്കിലും കുറ്റം ചുമത്തുമ്പോൾ, even if you are speaking the truth, നിങ്ങൾ സത്യമാണ് സംസാരിക്കുന്നതെങ്കിലും, see, when the devil accuses us to God, he's not telling God any lies. പിശാചൻ നമ്മെക്കുറിച്ച് ദൈവത്തോട് കുറ്റാരോപണം നടത്തുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് ഭോഷ്ക് പറയുവാൻ അവൻ ധൈര്യപ്പെടുകയില്ല. He won't tell about you that you committed a murder. നിങ്ങൾ കൊലപാതകം ചെയ്യാതിരിക്കെ നിങ്ങളൊരു കൊലപാതകയാണെന്ന് സാത്താൻ ചെന്ന് ഒരിക്കലും ദൈവമുൻപാകെ പറയുകയില്ല. He will only say, this man has not forgiven somebody. അവനാകെ പറയുന്ന സത്യമായ ചില കാര്യമായിരിക്കും. ഉദാഹരണത്തിന്, ഈ നിന്റെ മകനെന്ന് പറയുന്ന ഈ വ്യക്തി ഇന്ന വ്യക്തിയോട് ക്ഷമിച്ചിട്ടില്ല. So the question is, can you speak the truth about somebody and still have the spirit of accusation? അപ്പോൾ പ്രസിദ്ധമായ ചോദ്യം ഇതാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ 100% സത്യം പറയുകയും എന്നാൽ പിശാചിനോട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു അപവാദിയായി തീരുവാൻ കഴിയുകയും ചെയ്യുമോ? Yes. നിശ്ചയമായും സാധ്യമാണ്. Because when I have something against somebody, എനിക്ക് ഹൃദയത്തിൽ ആരോടെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, and my criticism is not constructive but destructive, എന്റെ വിമർശനം ക്രിയാത്മകമല്ല മറിച്ച് ആ വ്യക്തിയെ നശിപ്പിക്കുന്നതാണെങ്കിൽ, that is of the devil. അത് പിശാചാണ് അതിന്റെ പുറകിലുള്ളതെന്ന് നാം തിരിച്ചറിയണം. The devil says, come, you are my brother, let me hold hands with you. ആ തരത്തിൽ ആ വ്യക്തിയെ നശിപ്പിക്കുന്ന പണിയാത്ത നിലയിലുള്ള വിമർശനം നമ്മിൽ നിന്ന് പുറപ്പെടുമ്പോൾ പിശാച് വന്ന് നമുക്ക് ഷെയ്ക്കാനി തരാൻ ആഗ്രഹിക്കുകയാണ്. വരൂ, നമുക്ക് ഒരുമിച്ച് വേല ചെയ്യാം, Let's do this together. ഇത് നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ നമ്മെ സ്വാഗതം ചെയ്യുകയാണ്. I will give you some more information about him, don't worry. അവൻ നമ്മോട് പറയും, ഇത്രേ നീ അറിഞ്ഞുള്ളല്ലോ, കുറച്ചുകൂടെ അവനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞു തരാം, നമുക്ക് ഒരുമിച്ച് വേല ചെയ്യാം. That is not the church of Jesus Christ. അത് യേശുവിന്റെ സഭയല്ല എന്നുള്ളത് നാം In ഓർക്കണം. the church of Jesus Christ we judge ourselves. യേശുക്രിസ്തുവിന്റെ സഭയിൽ ആണ് നാമെങ്കിൽ നാം നമ്മെ തന്നെ നിരന്തരം വിധിച്ചുകൊണ്ടിരിക്കും. Then you must say, what if there are some people in our church who have got that spirit of the devil? ആ സാത്താന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ചിലർ ഞങ്ങളുടെ സ്ഥലം സഭയിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? Don't worry about it. എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയ സഹോദര സഹോദരി, അവരെ ഓർത്ത് നീ വിഷമിക്കണ്ട. Even in the church of 12 people that Jesus built, one person was the devil himself. യേശുഭൂമിയിലായിരുന്നപ്പോൾ പണിയുവാൻ തുടങ്ങിയ 12 പേരുടെ ആദ്യ സഭയുണ്ടല്ലോ, പ്രാരംഭ സഭ, അതിലൊരാള് പിശാചാരനെന്നാ പറഞ്ഞത്. 1 out of 12 means 8%. 12-ൽ 1 നരകത്തിലേക്ക് പോയെങ്കിൽ അതിന്റെ അർത്ഥം ഏതാണ്ട് 8% പേര് അങ്ങനെ ആയിരിക്കും. So a good church is one where 8 out of 100 people are hypocrites and in fellowship with the devil. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു നല്ല സഭയെന്ന് പറഞ്ഞ് കർത്താവ് എ ഗ്രേഡ് കൊടുക്കുന്ന ഒരു സഭയിൽ കുറഞ്ഞ പക്ഷം എത്ര പേര് കാണും? 100-ൽ ഒരു 8 പേരെങ്കിലും പിശാചുമായിട്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ വിധിക്കുന്നവരായിരിക്കും. You will not be able to build a church better than the church Jesus built. യേശു ചെയ്ത പ്രവൃത്തിയെക്കാളും വലിയൊരു പ്രവൃത്തി, അതിലും നല്ല ഒരു സഭ ഭൂമിയിൽ ഉണ്ടാക്കുവാൻ നമുക്ക് ആർക്ക് കഴിയും? I'll tell you this, if you got 100 people in your church, at least 8 of them will be serving the devil. ഞാൻ ഈ പരമാർത്ഥം കൂടെ നിങ്ങളോട് പറയാം. നിങ്ങളുടെ പ്രാദേശിക സഭയിൽ ഒരു 100 പേര് ഏകദേശം കൂടി വരുന്നുണ്ടെങ്കിൽ ഒരു 8 പേര് പിശാചുമായിട്ട് കൈകോർത്ത് പിടിച്ച് പോകുന്നവരായിരിക്കും. അതിശയിക്കരുത്.
പറയരുത്. I say that even about CFC Bangalore. ബാംഗ്ലൂർ CFCയെ കുറിച്ചും ഇത് തന്നെ സത്യമാണെന്ന് ഞാൻ പറയുന്നു. We at least 8% there will be serving the devil. ഈ കുറഞ്ഞ സംഖ്യയാണ് ഞാൻ പറഞ്ഞത്, ഒരു 8% പിശാചുമായിട്ട് കൈകോർത്ത് പിടിച്ചു We പോകുന്നവരാണ്. can never build a church better than Jesus Christ built. കാരണം യേശുവിന്റെ ഭൂമിയിലെ ജീവിതത്തിൽ അവിടുന്ന് ഉണ്ടാക്കിയ സഭയെക്കാളും മെച്ചപ്പെട്ട നിലവാരത്തിൽ ഒരു സഭ ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയുമോ? Jesus didn't worry about that one man. എന്നാൽ ആ ഒരു മനുഷ്യനെ കുറിച്ച് 8% പേരെ കുറിച്ച് യേശുവിന് ഒരു പ്രശ്നമായി കരുതിയില്ല. If they want to go to hell, let them go to hell. കർത്താവ് ചിന്തിച്ചത് എങ്ങനെയാണ്? എത്ര സ്നേഹത്തോടെ പറഞ്ഞിട്ട് നരകത്തിൽ പോകണമെന്ന് അവന് നിർബന്ധമാണെന്ന് വരി, പിന്നെ എനിക്ക് എന്നാ ചെയ്യാൻ I പറ്റും? have said that in CFC. ഞാൻ CFCയിൽ ഈ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. Bangalore. ബാംഗ്ലൂരിൽ Some of you sitting here are going to hell. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ മുൻപാകെ അവിടെ ഇരിക്കുന്ന ആളുകൾ ചിലർ നരകത്തിൽ പോവുകയാണെന്ന് ഉറപ്പാണെന്ന്. Some of you break bread here in CFC, you are going to hell, I'll tell you that. ഇവിടെ കർത്തൃമേശയിൽ ഞങ്ങളോട് ഒരുമിച്ച് അപ്പം നുറുക്കുന്ന നിങ്ങൾ ചിലർ നരകത്തിലേക്കുള്ള വഴിയിലാണെന്ന് ഞാൻ Because പറഞ്ഞിട്ടുണ്ട്. you're in fellowship with the devil, with the spirit of accusation. കാരണം കുറ്റാരോപത്തിന്റെ സഹോദരന്മാരെ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന പിശാചിന്റെ ആത്മാവിനാൽ നിങ്ങൾ ഭരിക്കപ്പെടുകയാണ്. Maybe 20 years ago when you first came to the church, you were really converted. ഒരുപക്ഷെ 20 വർഷം മുൻപ് നിങ്ങൾ സഭയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ യഥാർത്ഥ മാനസാന്തരം ഉള്ള വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ വന്നത്. You have lost your salvation. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. Because you became a little careless. Gradually you drifted, finally you lost it altogether. നിങ്ങളുടെ അനുദിന ജീവിതത്തിലെ നടപ്പിൽ നിങ്ങൾ അശ്രദ്ധരായി, നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന ദൈവ വഴിവിട്ട് ഇന്ന് രക്ഷ നഷ്ടപ്പെട്ടവനായി And സഭയിലിരിക്കുക. like it says in Revelation chapter 3 verse 5, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം എന്താണ് കാണുന്നത്? the Lord has rubbed out your name from the book of life. ജീവപുസ്തകത്തിൽ നിന്നും അങ്ങനെയുള്ളവരുടെ പേര് ഞാൻ മായ്ച്ചു കളയുമെന്നാണ് സഭയ്ക്ക് ദൂരെഴുതുമ്പോൾ കർത്താവ് You പറയുന്നത്. believe that the Lord rubs out somebody's name from the book of life? അവിടെ വളരെ വ്യക്തമായിട്ട് ആ ഒരു സാധ്യതയെക്കുറിച്ച് ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടതായിരിക്കാം, എന്നാൽ കർത്താവ് തന്നെ അത് മായ്ച്ചു കളയുവാനുള്ള സാധ്യതയെ തള്ളിക്കളയരുത്. Is that an empty threat? അത് അർത്ഥമില്ലാത്ത ഒരു വെറും ഭീഷണിയാണോ? Like grandmothers scare their little children saying, if you don't eat your food, I'll call the police. വല്യമ്മച്ചിമാര് കൊച്ചുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി കുഞ്ഞ് കഴിച്ചോണം, അല്ലെ ഞാൻ പോലീസിനെ പിടിച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന പോലെ തമ്പുരാൻ നമ്മളെ പേടിപ്പിക്കാൻ പറഞ്ഞേക്കുന്നതാണോ? A lot of people think Jesus is like some old grandmother trying to scare us. അനേക സമയത്തോളം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഏതോ ഒരു വലിയ അമ്മച്ചിയെ പോലെ നമ്മളെ ഇങ്ങനൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആളാണെന്നാ പലരും ധരിച്ചിരിക്കുന്നത്. We know she will not call the police. കുഞ്ഞിനറിയാം കഴിച്ചാലും കഴിച്ചില്ലേലും പോലീസിനെ ഒന്നും വിളിക്കാൻ പോകുന്നില്ല, അമ്മച്ചി ചുമ്മാതെ പറയുന്നതല്ലേ. And we also know this grandmother Jesus, or grandfather Jesus, he will not rub our name. അതുകൊണ്ട് യേശു അപ്പച്ചന് എന്നൊക്കെ പറഞ്ഞാലും ഈ ഭീഷണിയൊക്കെ പറയുന്നേ ഉള്ളൂ, നമ്മുടെ പേരൊന്നും മായ്ച്ചു കളയത്തില്ല എന്ന് കരുതി ജീവിക്കുന്നവരാണോ നാം? You are going to get a surprise that Jesus is not some old grandfather like your grandfather. അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്ത ഉണ്ടെങ്കിൽ കർത്താവിന്റെ മുമ്പാകെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാകും. അവൻ നമ്മെ സ്നേഹിച്ച് നമ്മളെ താലോലിക്കുന്ന വല്യപ്പച്ചനല്ല എന്ന് നിങ്ങൾ അന്ന് കണ്ടെത്തും. You will discover that he is the truth. ആ നാളിലായിരിക്കും നിങ്ങൾക്ക് ഞെട്ടലുളവാക്കിക്കൊണ്ട് നിങ്ങൾ കണ്ടെത്തുന്നത് യേശു സാക്ഷാൽ സത്യമാണെന്ന്. I remember one brother in Bangalore. ബാംഗ്ലൂരിലുള്ള ഒരു സഹോദരനെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. He told someone, Brother Zach is such a hard person, the way he speaks. മറ്റൊരാളിനോട് ഈ സഹോദരൻ പറഞ്ഞു, വചനം പ്രസംഗിക്കുന്ന സമയത്ത് ബ്രദർ സാക്ക് ഭയങ്കര കടുപ്പത്തിലേ സംസാരിക്കുള്ളൂ, ഒരു മയവുമില്ല. I said, have you heard Jesus? അപ്പൊ ഞാൻ ഇത് അറിഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു, യേശു പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ സഹോദര? He once said, go and take a heavy millstone and tie it around your neck and go and jump in the sea. ഒരിക്കൽ പ്രസംഗമധ്യേ യേശു പറഞ്ഞു, പോയി ഒരു തിരികല്ല് എടുത്തോണ്ട് വന്ന്. തിരികല്ലല്ല, heavy millstone. അതെ, ആ തിരികല്ലും വലിയ സ്റ്റോൺ തന്നെയാണ്. അവിടെ പറഞ്ഞ കൊച്ചു കല്ലൊന്നുമല്ല. ഇറ്റ് വെയ്സ് അബൌട്ട് 50 kilos. ഒരു വലിയ തിരികല്ല്. നിങ്ങൾ തിരികല്ല് കണ്ടിട്ടുണ്ടോ? പണ്ട് കാലത്ത് പൊടിക്കുന്ന സാധനം. ഇതുകൊണ്ടെന്ന് അവന്റെ കഴുത്തേൽ കെട്ടാനാണ് യേശു പറഞ്ഞത്. എന്നിട്ട് കടലിന്റെ സമുദ്രത്തിന്റെ അടിയിൽ ഇട്ട് കളയാൻ. You know, he emphasized that it must be heavy. That's the point. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. മയമായിട്ടൊന്നുമല്ല യേശു പറഞ്ഞത്, ഭാരമുള്ള കല്ല്
ഇടർച്ച വരുത്തുന്നവന്റെ കഴുത്തെ കെട്ടി അവന്റെ സമുദ്രത്തിന്റെ അടി താത്തിക്കളയണം. The important word in Matthew 18:6 is heavy. മത്തായി 18:6 ഏറ്റവും പ്രധാനപ്പെട്ട പദം ശ്രദ്ധിക്കുന്നത് എന്നാന്നറിയോ? ഭാരമുള്ള കല്ല്. Because if it's a light one, you may somehow swim and come up to the surface. ഭാരം കുറഞ്ഞ 100 ഗ്രാം ഭാരമുള്ള കല്ലാണ് കഴുത്തേല് ചിലർ മാലയിലൊക്കെ കെട്ടുന്ന പോലെ കല്ല്. അങ്ങനെ കെട്ടി തൂക്കിയാൽ ഒരുപക്ഷെ നീന്തി എങ്ങനെയെങ്കിലും നീ കര പറ്റിയെന്ന് വരാം. കർത്താവ് പറഞ്ഞതിന്റെ താല്പര്യം, എത്ര നീന്തൽ വിദഗ്ധനാണെങ്കിലും നീ ഒരിക്കലും നീ കര പറ്റരുത്, നീ താണു പോകണം. യേശു പറഞ്ഞതിന്റെ അർത്ഥം മറ്റെന്താണ്? I tell people, have you ever heard me say that? എപ്പോഴെങ്കിലും ഞാൻ ഇമാതിരി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കഠിനമായി പറയുന്നതൊക്കെ നിങ്ങൾ പരാതിപ്പെടുകയല്ലേ? Have you ever heard me turn around to a brother and say, get behind me, Satan? ഞാൻ ഇന്നേ ഒരു ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സഹോദരന്റെ നേരെ തിരിഞ്ഞിട്ട് എന്നെ എത്ര സ്നേഹിക്കുന്ന സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് ചെറുത്താനെന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടോ? That is Jesus. യേശു അങ്ങനെ വിളിച്ചിട്ടുണ്ടെന്ന് സംശയമുണ്ടോ നിങ്ങൾക്ക്? We have some wrong picture of Jesus. യേശുവിനെ കുറിച്ച് വളരെ വികലമായ തെറ്റായ ധാരണകളും പേര് നടക്കുന്നവരാ നമ്മിൽ പലരും. And then I told this brother, ഞാൻ ഈ പ്രിയ സഹോദരനോട് പറഞ്ഞു, you may not understand why I am so strict. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര കർക്കശമായി സംസാരിക്കുന്നതെന്നുള്ളത് ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും. In the day of judgment, I know you will turn around and thank me. എന്നാൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ ദിവസം, ന്യായവിധിയുടെ ദിവസം നിങ്ങൾ തിരിഞ്ഞ് ഞാൻ ചെയ്ത ശുശ്രൂഷയ്ക്ക് നന്ദി പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. If you like, you can think I'm hard, but one day you will understand. ഞാൻ കഠിനനായ മനുഷ്യനാണെന്ന് നിനക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ താമസം ഒരു ദിവസം നീ സത്യം മനസ്സിലാക്കും, ഇത് നിന്റെ രക്ഷയ്ക്കുള്ള വചനമായിരുന്നെന്ന്. Too many Christians are playing the fool with God. അനേക ക്രിസ്തീയ വിശ്വാസികളെ ദൈവവുമായിട്ട് കളികളില് വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. That is why the church is in such a pathetic state. അതുകൊണ്ടാണ് കർത്താവിന്റെ സഭ ഇത്ര പരിതാപകരമായിരിക്കുന്ന ആത്മീയ അവസ്ഥയിലേക്ക് പതിച്ചിരിക്കുന്നത്. That's why our young people are not wholehearted and on fire for God. അതുകൊണ്ടാണ് നമ്മുടെ യുവതിയുവാക്കന്മാർ, കൗമാരപ്രായക്കാർ കർത്താവിനോടുള്ള സ്നേഹത്താൽ അവരുടെ ഹൃദയം കത്തി മുന്നോട്ട് പോകാത്തത്. Because the parents are not on fire for God. കാരണം അവരെന്നും ഇടപെടുന്ന അവരുടെ മാതാപിതാക്കന്മാർ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ഹൃദയം കത്താത്തവരാണ്. Parents haven't taken sin seriously and they wonder why their children are not taking sin. മാതാപിതാക്കന്മാർ പാപത്തെ എത്രയും നിസ്സാര കാര്യമായിട്ട് എടുത്തിരിക്കെ മക്കൾ എന്തുകൊണ്ടാണ് പാപത്തെ കളിതമാശയായിട്ട് എടുക്കുന്നതെന്ന് അവർ അത്ഭുതപ്പെടുന്നത് എന്തുകൊണ്ടാണ്? Children's attitude to sin will reveal to me what they saw in your home of your attitude to sin. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പാപത്തോടുള്ളതായിരിക്കുന്ന മനോഭാവം വെളിപ്പെടുത്തുന്നത് മാതാപിതാക്കന്മാരായ നിങ്ങൾ പാപത്തെ എത്രമാത്രം പകച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. Because they have seen you at home 24 hours. 24 മണിക്കൂറും അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ അവർ നിങ്ങളെ വീട്ടിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. You have a reputation in the church because people in the church saw you just for 2-3 hours a week. ആഴ്ചയിൽ 2-3 മണിക്കൂർ മാത്രം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സഭാജനങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ജീവിതത്തെക്കുറിച്ച് എന്തറിയാം? നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ് നിങ്ങളെ ശ്രദ്ധിക്കുന്നത്. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, let us judge ourselves. നമുക്ക് നമ്മെ തന്നെ നിരന്തരം വിധിച്ചുകൊണ്ടിരിക്കാം. We will not be judged in the final day. കർത്താവിന്റെ വചനം പറയുന്നു, നാം നമ്മെ തന്നെ ശരിയായ വിധത്തിൽ ദിനംതോറും വിധിച്ചാൽ ഒരു ദിവസം, ന്യായവിധിയുടെ ദിവസം നാം വിധിക്കപ്പെടുകയില്ല. We will build a church on earth against which the gates of hell will not prevail. പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത, ഒരിക്കലും തോൽപ്പിക്കാത്ത ഒരു സഭ ലോകത്തിൽ കർത്താവ് നമ്മെ കൊണ്ട് പണിയിക്കും. You know, the Lord told Abraham, I will bless you. ദൈവം അബ്രഹാമിനോട് പൂർവ്വകാലത്ത് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. What is the mark of it? അതിന്റെ അടയാളം എന്താണ്? His descendants will get a land. അവന്റെ സന്തതി പരമ്പരയ്ക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത ഒരു ദേശം, ഒരു രാജ്യം കിട്ടും. Israel. ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ദൈവിക വാഗ്ദത്തത്തിന്റെ ഫലമാണ്. Today, 4,000 years later, you see God has kept His promise and given Israel to the children of Abraham. അബ്രഹാമിന് വാഗ്ദത്തം നൽകി. ഇന്ന് 4000 വർഷം കഴിഞ്ഞ് നാം കാണുന്നുണ്ട് ഇസ്രയേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം ദൈവം തന്റെ ജനത്തിന്, അബ്രഹാമിന്റെ സന്തതിക്ക് നൽകി. It's just a proof that He keeps His word. ദൈവം തന്റെ വാക്ക് പാലിക്കുന്നവനാണെന്നുള്ളതിന്റെ വളരെ വ്യക്തമായ ഒരു തെളിവാണ്. Nobody can take it away from the descendants of Abraham, Isaac and Jacob. അബ്രഹാമിനെ, ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും സന്തതികളിൽ നിന്ന് ദൈവം കൊടുത്ത ദേശം പിടിച്ചടക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. He told the Israelites, I will bless you. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. What was that? എന്തായിരുന്നു അനുഗ്രഹം? Prosperity, ഭൗതികമായിരിക്കുന്ന സമൃദ്ധി, healing, രോഗസൗഖ്യം, many children, അനേക മക്കൾ, their farms will prosper.
അവരുടെ കളപ്പുരകള്, അവരുടെ തൊഴുത്തുകൾ ഒക്കെ സമൃദ്ധിയുള്ളതായിത്തീരും. Never be in debt. അവരൊരിക്കലും കടക്കാരാകുകയില്ല. All their enemies will be defeated. അവരുടെ ശത്രുക്കളെല്ലാം തോൽപ്പിക്കപ്പെടും. These are the marks of blessing in the Old Testament. പഴയ നിയമകാലത്ത് ദൈവം തന്റെ ജനത്തിന് നൽകിയ അനുഗ്രഹങ്ങളുടെ ഒക്കെ ഏതാണ്ട് സാരാംശം ഇതാണ്. Now in the new covenant, how do you say God has blessed me? എന്നാൽ പുതിയ ഉടമ്പടിയുടെ കീഴിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയണമെങ്കിൽ എന്താണ് അവർക്ക് ലഭിക്കുന്നത്? That we get light on ourselves where we are un-Christ-like. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ദൈവിക അനുഗ്രഹം ഞാൻ പറയാം. നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിൽ നാം യേശുക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവരാണോ അതിനെക്കുറിച്ച് നിരന്തരം നമുക്ക് കൂടുതൽ വെളിച്ചം ലഭിച്ചുകൊണ്ടിരിക്കും. To me, the mark of blessing is God gives me light on areas in my life where I am un-Christ-like. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവ് എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, ഞാൻ യേശുവിനെ പോലെ അവനോട് അനുരൂപപ്പെടാത്ത ജീവിതത്തിന്റെ മേഖലകളെക്കുറിച്ച് എനിക്ക് വർദ്ധിച്ച അളവിൽ അവൻ വെളിച്ചം നൽകുന്നു. I can repent and cleanse myself and become a little more Christ-like there. അതിന്റെ ഫലമായി അനുതാപത്തിന്റെ കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ മാനസാന്തരപ്പെട്ട് എനിക്ക് കൂടുതൽ കർത്താവിന്റെ മനസ്സുള്ളവനായി തീരുവാൻ കഴിയും. And like that I can reach my ultimate goal of becoming totally like Jesus one day. അങ്ങനെ എന്നെ തന്നെ വിധിച്ച് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ മനസ്സിൽ വളർന്ന് ഒരു ദിവസം യേശുവിനെ പോലെ മുഴുവനുമായി തീരുന്ന, അവനോട് അനുരൂപരാകുന്ന അവസ്ഥയിലേക്ക് എനിക്ക് നടന്നു നീങ്ങുവാൻ കഴിയും. I am not looking for land of Canaan or any other land on this earth. ഈ ഭൂമിയിൽ കനാൻ നാടോ മറ്റേതെങ്കിലും ഒരു ഭൂപ്രദേശമോ അല്ല ഞാൻ പ്രത്യാശയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. The Lord has told me if I am meek I will inherit the whole earth one day. കർത്താവ് ഉറപ്പ് തന്നിട്ടുണ്ട്, ഞാൻ സൗന്ദര്യമുള്ളവനാണെങ്കിൽ ഒരു ദിവസം ഞാൻ ഭൂമിയെ കൈവശമാക്കും. Not only the land of Canaan. കനാൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു ചെറിയ പ്രദേശം മാത്രമാണ്, മുഴുവൻ ഭൂമിയും ഞാൻ കൈവശമാക്കാൻ പോവുകയാണ്. എന്നാൽ ഇന്ന് അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഭൂമിയിലെ മണ്ണല്ല ഞാൻ നോക്കിയിരിക്കുന്നത്, യേശുവിനെ പോലെയാകുക, അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകുന്ന കാര്യമാണ് നമ്മുടെ അനുഗ്രഹം. I remember once one brother said, ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, Brother Zach, God has really blessed my children. അദ്ദേഹം പറഞ്ഞു, സഹോദര, എന്റെ മക്കളെ കർത്താവ് ശരിക്കും അങ്ങ് അനുഗ്രഹിച്ചിരിക്കുക. I said, you mean they have become like Jesus? ഞാന് A little more like ആ Jesus. സഹോദരനോട് ചോദിച്ചു, കുറച്ചുകൂടെ യേശുവിനെ പോലെ അവരായിക്കൊണ്ടിരിക്കുകയാണല്ലേ? No, he said they got jobs in the Gulf. അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി. അതൊന്നുമല്ല സഹോദര, അവർക്കെല്ലാം ഗൾഫിൽ നല്ല ജോലി കിട്ടിയെന്ന്. Is that how you assess how God has blessed your children? ദൈവം നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചതിന്റെ മാനദണ്ഡം ഇതാണോ സഹോദര, സഹോദരി? You may not say it, നിങ്ങൾ ഒരുപക്ഷെ അത് വാഗൊണ്ട് പറയത്തില്ലായിരിക്കാം. but in the back of your mind you say, God has blessed my children. എന്നാൽ നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ അനുഗ്രഹത്തിന്റെ അടയാളമായി നിങ്ങൾ കൊണ്ടു നടക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാ. Even though they are not becoming more like Jesus Christ. അവർ യേശുവിനെ പോലെ ആയിത്തീരുന്നില്ല എന്നുള്ള സത്യം അവിടെ നിൽക്കുമ്പോൾ ഭൗതിക നന്മ, ജോലി, വിവാഹം, ഈ കാര്യത്തിലൊക്കെയാണ് നിങ്ങൾ അനുഗ്രഹം കണ്ടെത്തുന്നത്. Our children know us thoroughly. മറ്റാരേക്കാളും അധികം നമ്മുടെ മക്കൾക്ക് നമ്മളെ അറിയാം. പ്രിയപ്പെട്ടവരെ, Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, don't be satisfied with what other people in the church think of your spirituality. നിങ്ങളുടെ ആത്മീയതയെക്കുറിച്ച് സഭയിലുള്ള മറ്റ് സഹോദരി സഹോദരന്മാരുടെ ചിന്ത എന്താണെന്നുള്ളതല്ല നിങ്ങൾക്ക് വിഷയമാകേണ്ടത്. Take your Christian life seriously. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഇന്നു മുതലെങ്കിലും നിങ്ങൾ ഗൗരവമുള്ളതായി എടുത്തു തുടങ്ങുമോ? Judge yourself. നിങ്ങളെ തന്നെ വിധിക്കുവാൻ ഉത്സാഹിക്കുക. Be occupied with the Lord's business. കർത്താവിന്റെ ശുശ്രൂഷയിൽ, അവന്റെ പ്രവൃത്തിയിൽ നിങ്ങളുടെ മുഴുവൻ മനസ്സും വെക്കുക. I was seeing these verses the other day. കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ച ഒരു ദൈവവചനം ഞാൻ നിങ്ങളെ കാണിക്കാം. The first words of Jesus in the Gospels. സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വചനങ്ങൾ. You know what it was? എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? Luke 2:49, when he was 12 years old. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ
49-ാം വാക്യത്തിൽ യേശു തന്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞ വാക്കുകളാണത്. I have to be busy with my Father's business. യേശു തന്റെ മാതാപിതാക്കന്മാരോട് പരിഭവിച്ചവരോട് പറയുകയാണ്, എന്നെ തിരഞ്ഞെന്തിനാണ്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്ന് പിതാവിന് ബിസിനസ് ചെയ്യണം. My Father's business. എന്റെ പിതാവിനുള്ളതിൽ എന്റെ പിതാവിന്റെ താല്പര്യം എന്താണോ അവന്റെ ബിസിനസ്സാണ് എന്റെ ബിസിനസ്. And what are his last words in John's Gospel? യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ ഭൂമിയിലെ അവസാനത്തെ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ എന്തായിരുന്നു? To Peter. പത്രോസിനോട് യേശു പറഞ്ഞ വാക്കുകൾ. When the Lord said to Peter, you're going to suffer. യേശു പത്രോസിനോട് ആ വിടവാങ്ങലിന്റെ സമയത്ത് പറഞ്ഞു, നീ കഷ്ടപ്പെടുവാൻ ഉള്ള ഒരു സാധ്യത മുന്നിലുണ്ട്. He looked around at John and said, verse 21, what about this man? John 21:21. യോഹന്നാന്റെ സുവിശേഷം 21:21 യേശുവിന്റെ വാക്കുകൾ ഭാവി കാലത്ത് സംഭവിക്കുവാൻ പോകുന്ന തന്റെ കഷ്ടതയെക്കുറിച്ചൊക്കെ സൂചന കിട്ടിയപ്പോൾ യേശുവിന്റെ മാറിൽ ചാരിയിരുന്ന് യോഹന്നാന്റെ നേരെ തിരിഞ്ഞ് പത്രോസ് ചോദിച്ചു, ഗുരു, ഇവന് എന്തോ സംഭവിക്കും? And if I were to paraphrase Jesus' words, യേശുവിന്റെ വാക്കുകൾ ഞാൻ ഒന്ന് പരാവർത്തനം ചെയ്ത് പറഞ്ഞാൽ, he said, what is that to you? You mind your own business. പത്രോസിനോട്, തന്നെ ഏറ്റവും സ്നേഹിച്ചിരുന്ന ശിഷ്യനോട് യേശു പറയുന്നത്, ഇവൻ എന്ത് സംഭവിക്കും? ഇവന്റെ ശുശ്രൂഷ എന്താ? ഇതിന് നിനക്ക് നിന്റെ ബിസിനസ്സാണോ ഇത്? നീ നിന്റെ ബിസിനസ്, നിന്റെ കാര്യത്തിൽ ശ്രദ്ധ വെക്കുക. You be occupied with the Father's business. നീ എന്നെ അനുഗമിക്കുക. നിന്റെ പിതാവിനുള്ളതിൽ, യേശു പറഞ്ഞ പോലെ തന്നെ നിന്റെ പിതാവിന്റെ ബിസിനസ് നിന്റെയും ബിസിനസ്സായി മാറട്ടെ. Don't worry about what that fellow, whether he is judging himself or not. മറ്റേ സഹോദരൻ സഹോദരി തന്നെത്താൻ വിധിക്കുകയാണോ അല്ലയോ എന്നുള്ളത് നിന്റെ ബിസിനസ് അല്ല. നിന്റെ ബിസിനസ്സിൽ നീ ശ്രദ്ധിക്കുക. You be occupied with your Father's business, which is to judge yourself. നിന്റെ പിതാവിനുള്ളതിൽ നീ ഇരിക്കണം, യേശുവിനെ പോലെ. എന്താണ് പിതാവിന്റെ ബിസിനസ്? എന്താ? നിങ്ങളെ തന്നെ വിധിക്കുക എന്നുള്ളതാണ്. Let us pursue that way. ആ മാർഗത്തിലൂടെ മുന്നോട്ട് നമുക്കായാം. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ. Build the Church of Jesus Christ. യേശുവിന്റെ സഭ, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത അവന്റെ സഭ പണിയുന്ന കാര്യത്തിൽ ഈ ദൈവത്തിന്റെ ബിസിനസ്സിൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സ് വെക്കാം. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Whatever the Lord has spoken to you today, ഇന്ന് ഈ നിമിഷം വരെയും കർത്താവ് നിങ്ങളോട് സംസാരിച്ച കാര്യം എന്തുമാകട്ടെ, take it seriously. നിങ്ങളോട് വ്യക്തിപരമായി അവൻ ഇടപെട്ട വിഷയം നിങ്ങൾ ഗൗരവമായി അവിടുത്തെ സന്നിധിയിൽ ഇപ്പോൾ എടുക്കുമോ? And say, Lord, help me to set right what I need to set right. കർത്താവെ, ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ, യഥാസ്ഥാനപ്പെടേണ്ട കാര്യങ്ങൾ ശരിയാക്കുവാനായിട്ട് അവിടുത്തെ ശക്തി എനിക്ക് വേണം. To forgive those I should forgive. ഞാൻ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അവിടെ എന്നെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നു. ആ വ്യക്തിയോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ എന്നെ സഹായിക്കണമേ. Right now, while I'm sitting here, I want to forgive them all. ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയും. ദൈവത്തിന്റെ ശക്തിയാൽ ഹൃദയപൂർവ്വം ആ വ്യക്തിയോട് നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ ഇപ്പോൾ കഴിയും. Maybe more than one person, all of them. ഒരുപക്ഷെ ഒരാൾ മാത്രമായിരിക്കില്ല, പലരുണ്ടായിരിക്കാം. എല്ലാവരോടും ദൈവശക്തിയാൽ നിങ്ങൾക്ക് കൃപ ലഭിക്കും, നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയും. Just tell the Lord, I forgive this person, this person, this person. കർത്താവിനോട് നിങ്ങൾ പേര് പറഞ്ഞ്, മറ്റാരും കേൾക്കണ്ട, നിങ്ങൾ ഹൃദയത്തിൽ പറഞ്ഞാട്ട്, കർത്താവെ XYZ ഇന്ന വ്യക്തികളോടൊക്കെ ഞാൻ ക്ഷമിക്കുന്നു കർത്താവെ. Right now. ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയും. Please accept my word, Lord. ഹല്ലേലൂയ. കർത്താവേ, എന്റെ ഹൃദയം നിറഞ്ഞു എന്ന് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ പറയുന്ന ഈ വാക്കുകളെ ഞങ്ങൾ കൈക്കൊള്ളണമേ. And then say, Lord, at the first opportunity, I'm going to ask forgiveness from those I've hurt. ഇവിടെ ഞാനിപ്പോൾ ഇരിക്കുന്നതുകൊണ്ട് ആ വ്യക്തി എനിക്കിപ്പോൾ എന്റെ അടുത്തില്ല. അടുത്തുള്ള വ്യക്തിയാണെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് ലഭിക്കുന്ന ആദ്യത്തെ അവസരത്തിൽ ഞാൻ ആ വ്യക്തിയോട് ക്ഷമയാചിക്കാൻ പോവുകയാണ്. ആമേൻ. I want to follow you all the days of my life. എന്റെ ജീവിതത്തിന്റെ നാളുകൾ മുഴുവനും അങ്ങയുടെ കാഴ്ചയോട് പിൻപറ്റി അങ്ങയെ അനുഗമിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, Help me to take my Christian life seriously from today. ഇന്നു മുതലെങ്കിലും എന്റെ ക്രിസ്ത്യ ജീവിതം ഏറ്റവും ഗൗരവമായി എടുക്കുവാൻ എന്നെ അങ്ങ് സഹായിക്കണമേ. I want to be completely free from judgment in the final day. അങ്ങയുടെ ന്യായാസനത്തിൽ നിന്ന് ഞാൻ നിൽക്കുമ്പോൾ ന്യായം വിധിക്കപ്പെടുവാൻ ഒന്നും ബാക്കി വെക്കാതെ എന്നെ തന്നെ നിരന്തരം വിധിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Help me, Lord. കർത്താവേ, എന്നെ സഹായിക്കണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.